നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 76-ാമത്തെ ശ്ലോകം. ഭക്തിർമഹേശ പദപുഷ്കരമാവസന്തി കാദംബനീവ കുരുതേ പരിതോഷവർഷം സംപൂരിതോ ഭവതി യസ്യ മനസ്തടാകം തദ് ജന്മസസ്യമഖിലം സഫലം ച നാന്യത്. ഭക്തി, പ്രേമസ്വരൂപിണിയായ ഭക്തി മഹേശ പദപുഷ്കരം, ശിവപാദമാകുന്ന ആകാശത്തിൽ ആവസന്തി സ്ഥിതി ചെയ്തുകൊണ്ട് കാദംബനി ഇവ കാർമേഘം പോലെ പരിതോഷവർഷം കുരുതേ അത്യാനന്ദമാകുന്ന മഴ പെയ്യിക്കുന്നു. അതുവഴി യസ്യ യാതൊരുവൻ്റെ, യാതൊരു ഭക്തൻ്റെ മനസ്തടാക മനസ്സാകുന്ന തടാകം സംപൂരിത ഭവതി വേണ്ട പോലെ നിറയുന്നുവോ തജ്ജന്മസസ്യമഖിലം അവൻ്റെ ജന്മമാകുന്ന സസ്യം മുഴുവനും സഫലം ഫലവത്തായിത്തീരുന്നു. അന്യച്ച ന, അങ്ങനെ ചെയ്യാത്തവരുടെ ജന്മം സഫലമാവുകയില്ല. പ്രേമസ്വരൂപിണിയായ ഭക്തി ശിവപാദമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കാർമേഘം പോലെ അത്യാനന്ദമാകുന്ന മഴ പെയ്യിക്കുന്നു. അതുവഴി യാതൊരു ഭക്തൻ്റെ മനസ്സാകുന്ന തടാകം വേണ്ട പോലെ നിറയുന്നുവോ അവൻ്റെ ജന്മമാകുന്ന സസ്യം മുഴുവനും ഫലവത്തായിത്തീരുന്നു. അങ്ങനെ ചെയ്യാത്തവരുടെ ജന്മം സഫലമാവുകയില്ല. പ്രേമമയിയായ ഭക്തി ഭഗവത് പാദമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്ത് കാർമേഘ സമൂഹം എന്ന പോലെ ആനന്ദമഴ ചൊരിയുന്നു. ആനന്ദ ബാഷ്പം കൊണ്ട് ആറാടുന്നതാണ് ഭക്തിയുടെ ഒരു പ്രത്യേകത. അത് ബാഹ്യമായ പുളകത്തോടൊപ്പം ആന്തരമായ മനസ്സാകുന്ന തടാകത്തെ മുഴുവനും അമൃതസ്വരൂപമായ ആനന്ദത്താൽ നിറയ്ക്കുന്നു. പിന്നെ ഒരിക്കലും അത് വറ്റുന്ന പ്രശ്നമില്ല. അതിനാൽ ജീവിതമാകുന്ന സസ്യം എത്ര തന്നെ കഠിനമായ സംസാര താപത്താലും ഉണങ്ങുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല, യഥാകാലം അത് തഴച്ച് വളർന്ന് പൂത്ത് വേണ്ടത്ര ഫലത്തെ തരുന്നതായിരിക്കും. അതായത് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഭക്തിയുടെ ഈ നീരുറവ വറ്റിയാൽ അത് ഫലവത്താകില്ല, ഉണങ്ങിക്കരിയും എന്നതാണ് പറയുന്നത്. ഭക്തന് ഒരിക്കലും ഈ ഒരു ഭയത്തിന് അവകാശമില്ല.